സാജു എന്നോടൊപ്പം തിരുവനന്തപുരത്ത്. സാജു, കെ.സി. വേണുഗോപാൽ പറയുന്നു ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ സജീവമായി കേരളത്തിലുണ്ടാവും, അതിൽ കസേര ലക്ഷ്യങ്ങളൊന്നുമില്ല എന്ന്. കെ.സി. സജീവമാകുന്നതിനെ കുറിച്ച് ചോദ്യത്തോട് വി.ഡി. സതീശന്റെ പ്രതികരണം അതിൽ തൊടാതെയുള്ളതാണ്. അദ്ദേഹം മഴ പെയ്യാനുള്ള സാധ്യത, റെഡ് അലേർട്ട് പോലുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് അതിനെ കൈകാര്യം ചെയ്തത്. സത്യത്തിൽ അതിനകത്ത് നിൽക്കുന്ന അകത്ത് രൂപപ്പെട്ടിട്ടുള്ള പലതരം അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒരു പ്രതിഫലനമായിട്ട് കാണാവോ സാജു? അങ്ങനെ തന്നെ നമ്മൾ വീക്ഷിക്കേണ്ടിയിരിക്കുന്നു നിഷാദ്. നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം KPCCയുടെ പുനഃസംഘടനയാണ് ഇപ്പോൾ ഒരു ഭാഗം പൂർത്തിയായിരിക്കുന്നത്. ജനറൽ സെക്രട്ടറിമാരും പുതിയ വൈസ് പ്രസിഡന്റുമാരും ട്രഷറർമാരും ഒക്കെ നിലവിൽ വന്നു. ഈ പട്ടിക പരിശോധിച്ചാൽ KC പക്ഷത്തിന് കൂടുതൽ സ്വാധീനം KPCC ഭാരവാഹികൾക്കിടയിലേക്ക് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടുകൂടി തന്നെ ACC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ സജീവമായി ഇടപെടുന്നു എന്ന തരത്തിലുള്ള വാദങ്ങൾ കോൺഗ്രസിൽ ശക്തമായി വന്നിരുന്നു. അതിൽ മുറുമുറുപ്പുള്ളവരെ അടക്കമുള്ള നേതാക്കളുമൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. അതിനൊപ്പമാണ് താൻ കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകും എന്ന നിലയിലുള്ള KC വേണുഗോപാലിന്റെ പ്രഖ്യാപനം. ഇടതുപക്ഷ ഭരണത്തെ താഴെയിറക്കാനാണ് തന്റെ സജീവത എന്നൊക്കെ പറയുകയും ആവർത്തിച്ച് അദ്ദേഹം ഏതെങ്കിലും കസേര ലക്ഷ്യമിട്ടല്ല എന്നൊക്കെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കസേര ലക്ഷ്യമിട്ടുള്ള ഓട്ടത്തിൽ തന്റെ ക്ലൈമും കൂടി പരസ്യമാക്കിയിരിക്കുകയാണ് KC വേണുഗോപാൽ എന്ന് വേണമെങ്കിൽ വിലയിരുത്താനാവും. കാരണം UDF അധികാരം കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാവാനുള്ള ഒരുപാട് നേതാക്കൾ കണ്ണുനട്ട് കേരളത്തിൽ ഇരിപ്പുണ്ട് എന്ന് നമുക്ക് അറിയാം. അത്തരക്കാരുടെ ചങ്കിടിപ്പ് കൂട്ടുന്നത് കൂടിയാണ് താൻ കേരളത്തിൽ സജീവമാകാൻ പോവുകയാണ് എന്ന KC വേണുഗോപാലിന്റെ ഇന്നത്തെ പ്രസ്താവന എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതോടൊപ്പം തന്നെ നേതൃത്വത്തിൽ ഇപ്പോൾ തന്നെ KC വേണുഗോപാലിന്റെ ഇടപെടലുകൾ കൂടുതലാണ് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉള്ള ഗ്രൂപ്പുകൾ ഉണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാൽ കൂടുതൽ സജീവമാകാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഭയക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ കൂടെ നിൽക്കുന്നവരൊക്കെ എത്ര പേർ ഇനി അപ്പുറത്തേക്ക് കോൺഗ്രസിൽ, അതായത് KC പക്ഷത്തേക്ക് കൂടുതൽ പേർ ചാടാനുള്ള സാധ്യത കൂടി നമ്മൾ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങളിൽ കാണേണ്ടിയിരിക്കുന്നു നിഷ. നിലയ്ക്കുള്ള രാഷ്ട്രീയ പ്രാധാന്യത്തിനുണ്ടെന്നാണ് സാജു തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. KC വേണുഗോപാലിന് ഈ പുനഃസംഘടനയിൽ അദ്ദേഹത്തിന്റെ താല്പര്യം സാധാരണയിൽ കവിഞ്ഞ് പ്രതിഫലിച്ചു എന്നതിന്റെ അതൃപ്തി കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പലർക്കും ഉണ്ട്. കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുന്നു KC.